മണവാളൻ ഞാനിവളെ കെട്ടി. ഒരു ജ്യൂസ് കുടിച്ചപ്പോൾ അവൾക്കൂടെ ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു ഗായ്. അവളുടെ ചിരി ഗായ്. നമ്മൾ രാവിലെ ഇറങ്ങിയോണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പം നമ്മൾ നേരെ ഒരു RSC കയറിയിട്ട് മസാല ദോശ കഴിച്ച് നമ്മൾ പോകുന്നത് എൽബരിയിലേക്കാണ് ഗായ്സ്. എൽബരിയിലൊരു കല്യാണത്തിനാണ് ഗായ്സ് നമ്മൾ പോകുന്നത്. എനിക്കാണെങ്കിൽ അച്ഛനൊരു പാൽഗോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ കിടുക്കൻ ടേസ്റ്റ് ആയിരുന്നു, അമ്മത് ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളങ്ങനെ കല്യാണത്തിൻ്റെ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഗായ്സ് ഒരു മനുഷ്യക്കുഞ്ഞും ഇല്ലായിരുന്നു. ഞാനും വീണാണെങ്കിൽ അവിടെ തറയപ്പിച്ചിട്ട് ഭയങ്കര കളിയുണ്ട് ഗായ്സ്. ഞാനാണെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ചപ്പോൾ അവൾക്കൂടെ ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു ഗായ്സ്. അവളുടെ ചിരി ഉണ്ടാ ഗായ്സ് നിങ്ങൾ. ഗായ്സ് അവൾ കുടിച്ച കപ്പ് തറയിൽ ഒന്നും കളയാതെ വേസ്റ്റ് തുണി കൊണ്ടുപോയി ഇന്ന ശീലം കണ്ട ഗായ്സ്. ശീലം അത് ഞാൻ പഠിപ്പിച്ചെടുത്തേ. പിങ്കുവൻ എന്ന് വെച്ചാൽ മുല്ലപ്പൂ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനുണ്ട് ഗായ്സ്. അതുകൊണ്ട് അവളാണെങ്കിൽ മുല്ലപ്പൂ കഴിച്ചെടുത്തിട്ട് എന്ന് വെച്ചാൽ നമ്മളെ കൃഷ്ണനെ പോലെ മുല്ലപ്പൂ കെട്ടി വരുന്നു പിങ്കു, നല്ല മുല്ലപ്പൂ കെട്ടി വരുന്നു പിങ്കു, അമ്മ പിങ്കുവിൻ്റെ ഒരു മുല്ലയടിച്ചു മാറ്റി. ഗായ്സ് ഇപ്പം കല്യാണ ചെറുക്കനെ എല്ലാവരും ഇവിടെ സ്വീകരിച്ചുകൊണ്ട് വരികയാണ്. കല്യാണ ചെറുക്കൻ്റെ സഹോദരി എൻ്റെ അപ്പയാണ് ഗായ്സ്, എൻ്റെ അപ്പ. ഗായ്സ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണ പെണ്ണും വന്നിട്ടുണ്ട്. അപ്പോൾ കല്യാണ പെണ്ണ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു ഗായ്സ്. നിങ്ങൾ കുറച്ച് നേരം നമ്മളെ കല്യാണം കണ്ടോ? ഞാൻ ഇച്ചിരി നേരത്തേക്ക് ഒന്നും ഇല്ല ഗായ്സ്, നിങ്ങൾ കണ്ടോ? എനിക്ക് കെട്ടാൻ മുട്ടിയിരിക്കാണ്, എന്നെ തടയരുത്. പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചില് ലഡ്ഡു പൊട്ടി, നല്ല ബോംബ് പൊട്ടണ പോലെയുള്ളില് ലഡ്ഡു പൊട്ടി. പതിവ് പോലെ എന്റെ ഹൃദയത്തിൻ താളം തെറ്റി, പിന്നെയൊന്നും നോക്കിയില്ല ഞാനിവളെ കെട്ടി. ഞാൻ മണവാളൻ.
ആണെങ്കിൽ എൻ്റെ പാവ ഒപ്പയാണെങ്കിൽ 1 മണിക്കൂർ പോസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഗൈസ് 1 മണിക്കൂർ. അച്ഛനൊരു ഡൗട്ട്, കള്ളം കൊച്ചിച്ചല്ല മീശ ഫേക്ക് ആണാന്നൊരു ഡൗട്ട്. അതുകൊണ്ടൊന്ന് വലിച്ചു നോക്കി പിടിച്ച്. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു, നല്ല കിടുക്കൻ സദ്യയാണ് ഗൈസ്. പക്ഷെ ഞാൻ വലുതായിട്ട് കഴിച്ചില്ല, കാരണം എനിക്ക് ചോറൊന്നും ഇഷ്ടമില്ല ഗൈസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിലേക്ക് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലാവുന്നത്, അവിടെ വെള്ളച്ചാട്ടം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും കാണാനില്ല. മൊത്തം പാറയും എല്ലാം ആയിട്ട് കിടക്കുന്നുണ്ട്, കാട് മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം അവിടെ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ മഴ സമയത്താണ് കൂടുതലും വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാത്ത സമയത്തെല്ലാം ഇതുപോലെ പാറകളൊക്കെ കാണാം. പക്ഷേ പാറകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ. ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയത് ഏകദേശം 1 മണിക്കാണ്. ആ സമയത്ത് നല്ല വെയിലായിരുന്നു. കണ്ടോ, ഈ ഏരിയയിലുള്ള കുറച്ച് പയ്യന്മാരാണ് അവിടെ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നത്. ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. അവരുടെ എല്ലാവരും ആത്മാക്കളൊക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ടായിരിക്കും. കാണുമ്പോൾ തന്നെ ചെറിയൊരു ഹൊറർ ഫീല് തോന്നുന്നില്ലേ? മോഹിത്തിന് ഈ സ്ഥലം കണ്ടപ്പോഴേ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ അവിടെ ചെറിയൊരു സ്ഥലത്ത് കൊണ്ടുവന്നു. അവർ ചെറിയൊരു പാറപ്പുറത്ത് അവനെയും പിങ്കുവിനെയും ഇവിടെ കൊണ്ടിരുത്തി. പിങ്കുവിന് വെള്ളം നേരത്തെ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ പിന്നെ വെള്ളത്തിൽ ഇറങ്ങി അവളെ പിന്നെ പിടിച്ച് കയറ്റാൻ പോലും നമുക്ക് പറ്റില്ല. ആ രീതിക്കായിരിക്കും അവളവിടെ തകർക്കുന്നത്. ഈ 2 പിള്ളേരെ കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന ടാസ്ക് എന്ന് പറയുന്നത് പോത്തിനെ കുളിപ്പിക്കുന്ന പോലെയാണ്. ഒരു വിധത്തിലും 2 വലിച്ച് കയറ്റാൻ പറ്റൂല. ഈ വെള്ളത്തിൽ കിടക്കുന്ന 3 പോത്തുകളെയും വലിച്ച് കരയെ കയറ്റിയിട്ട് വേണം ഇനി അടുത്ത കല്യാണത്തിൻ്റെ റിസപ്ഷന് പോകാനായിട്ട്. എരുമേലിയിലുള്ള DTPCയിൽ വെച്ചാണ് വൈകുന്നേരത്തെ റിസപ്ഷൻ. ഇവിടുത്തെ DTPCയിലും കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു പാർക്കുണ്ട്. ഗൈസ് എനിക്കാണെങ്കിൽ പാർക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്, അവിടെ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പാർക്ക് കണ്ടപ്പോൾ ഓട്ടത്തിന് നേരെ പാർക്കിൽ കയറി സ്ലൈഡിൽ കയറുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വലിയ സ്ലൈഡ്, അതിനെക്കാട്ടി ഇച്ചിരി കൂടെ നീളമുണ്ട്. ഞാൻ ജസ്റ്റ് മിസ്സിലാണ് സ്ലൈഡിൽ നിന്ന് ഇറങ്ങുന്നത് ഗൈസ്. പിങ്കു ആണെങ്കിൽ ഇതാ അവിടെ ഒറ്റക്കല്ല് നടക്കാൻ നോക്കുകയാണ് ഗൈസ്. പിന്നെ പിങ്കു ആണെങ്കിൽ അതെന്തോ ജീവിയാണെന്ന് പറഞ്ഞ് അതൊക്കെ തന്നെ ഒരു ആയൊക്കെ കൊടുക്കുന്നുണ്ട് ഗൈസ്. ഹായ് എന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ടോ. വന്നപ്പോൾ തന്നെ ഇവിടെ കുറേ ചെയർ, ഒരു ജ്യൂസ് കട എന്ന് വെച്ചാൽ പിന്നെ നമ്മളവിടെ ജ്യൂസ് എടുക്കുന്ന അവിടെ. പിന്നെ അവിടെ ആണെങ്കിൽ സ്പെഷ്യൽ ടീയുടെ സ്ഥലമുണ്ട് ഗായ്സ്. ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ കുറേ വെറൈറ്റി ചായകളുണ്ട് ഗായ്സ്. ഇവിടെ കല്യാണ പെണ്ണും ചെറുക്കനും എത്തി ഗായ്സ്. ഇവിടുത്തെ സ്റ്റേജ് ഉണ്ട് ഗായ്സ്, എന്തൊരു കിടുക്കൻ അലങ്കാരം ഗായ്സ്. അതുമല്ലാതെ ഗായ്സ് ഇത് ഓപ്പൺ സ്റ്റേജാണ്, അതുകൊണ്ട് നമുക്ക് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഗായ്സ്, കാറ്റ്. അതുമല്ലാതെ ഇവിടെ നല്ല കിടുക്കനായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഗായ്സ്. പിന്നെ ഫുഡ് കഴിക്കുന്ന സ്ഥലമൊക്കെ വേറെയാണ് ഗായ്സ്. ഈ സ്റ്റേജിൻ്റെ പുറകിലാണ് ഗായ്സ് ഫുഡ് കഴിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടത് ഗായ്സ്. ഇവിടെയാണ് നമ്മളെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗായ്സ്. ഇവിടെയാണ് നമ്മൾ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളത്. പുറകിലായിട്ട് പൊറോട്ട അടിക്കുന്നുണ്ട് ഗായ്സ്. പൊറോട്ട അതും ലൈവ് പൊറോട്ട ഇപ്പോൾ ലൈവായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ കോയിൻ പൊറോട്ടയും പിന്നെ വലിയ പൊറോട്ടയൊക്കെ ഉണ്ട് ഗായ്സ്. ഇവിടെ ലൈവ് ദോശയുണ്ട് ഗായ്സ്, മസാല ദോശയുണ്ട്, തട്ട് ദോശയുണ്ട്, മസാല ചിക്കൻ ദോശയുണ്ട്. പിന്നെ ഇത് നമ്മളെ പ്ലേറ്റിൻ്റെ ഏരിയയാണ് ഗായ്സ്. ഇവിടെ ആയിട്ട് പിന്നെ മരിച്ചീനിയുണ്ട്, മീൻകറിയുണ്ട് ഗായ്സ്. ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന പാൽക്കപ്പയാണ്, അതിൻ്റെ അടുത്ത് നമ്മളെ അങ്കാലി ഫിഷ് കറിയാണ്, അതും നമ്മളെ പാൽക്കപ്പ നല്ല കിടുക്കൻ ടേസ്റ്റാണ് ഗായ്സ്. പിന്നെ നമ്മളെ അപ്പമാണ് ഗായ്സ്, ഇത് നൂലപ്പമാണ്. ഇതിൻ്റെ അടുത്തിരിക്കുന്ന ചിക്കൻ സ്റ്റൂ ആണ്. ഇത് നമ്മളെ പത്തിരിയാണ് ഗായ്സ്, പത്തിരി. ഇത് പിന്നെ മലബാർ ബീഫ് കറി ഗായ്സ്. ഈ കിടക്കാച്ചി ഫുഡ് നൽകുന്നത് ബ്രൈറ്റ് കാറ്ററിംഗ് കമ്പനിയാണ് ഗായ്സ്. ഇതിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗായ്സ്.